ചെയ്ത സസ്പെൻഷൻ പ്രത്യേകത ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണോ? ടീൻ സസ്പെൻഷൻ അത് ഓട്ടോമാറ്റിക് ഉണ്ട്. നമുക്ക് അതിൽ കാര്യങ്ങൾ ഹൈറ്റ് അല്ല അതിന്റെ ഒരു പെർഫോമൻസ്. ഇപ്പൊ അത് ഇത് സെൻസർ ഉണ്ട് ഫ്രണ്ടിൽ. റോഡ് ഡിറ്റക്ട് ചെയ്തിട്ട് കുണ്ടും കുഴിയുള്ളതാണോ അല്ലെന്നുണ്ടെങ്കിൽ റബ്ബറൈസ് സ്റ്റാറിംഗ് റോഡാണോ എങ്ങനെയാന്നുള്ളത് അത് ഡിക്റ്റേറ്റ് ചെയ്യും വണ്ടി. ആ സെൻസർ ഡിക്റ്റേറ്റ് ചെയ്ത് അതനുസരിച്ചിട്ട് സസ്പെൻഷൻ വർക്ക് ചെയ്യും. സസ്പെൻഷൻ വർക്ക് ചെയ്യും ഏത് ടെറൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലിയും ഇടാം. അതിൽ നല്ലത് അത് ഓട്ടോമാറ്റിക് കിടക്കണതാണ് നല്ലത്. നമുക്ക് അതിന്റെ ടെൻഷൻ ഇല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോ റോഡിന്റെ അനുസരിച്ച് മാറ്റേണ്ടി വരും. അപ്പൊ അത് നമ്മൾ ഓടിക്കുന്ന വണ്ടിയുടെ ഇതെല്ലാം ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ഹൈറ്റ് കൂട്ടൽ കുറയ്ക്കൽ എല്ലാ കാര്യങ്ങളും അത് ആ ഇലക്ട്രോണിക് ഡിവൈസ് അകത്ത് ഇരിപ്പുണ്ട്. അത് ഓട്ടോമാറ്റിക് അത് ചെയ്തോളൂ. നമുക്ക് അതിന്റെ റേഷ്യോ അറിയാൻ പറ്റും. അതിൽ 4 സസ്പെൻഷന്റെ റേഷ്യോ അതിലുണ്ട്, അറിയാൻ പറ്റും അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ആ സസ്പെൻഷൻ യൂസ് ചെയ്തിട്ട് വണ്ടി? പിന്നെ നല്ല സുഖം. നമ്മൾക്ക് ഒരു അനക്കൂല. ബ്രേക്ക് ചവിട്ടിയാലും വണ്ടി എത്ര ദിങ്ങിന്ന് വന്നാലും ബോഡി റോളോ ഒരു ഇതില്ല. നമ്മൾ ശരിക്കും എയർ സസ്പെൻഷൻ നല്ല വോൾവോയിൽ ഇരിക്കുന്ന പോലെ തന്നെ നല്ല സുഖം, നല്ല റൈഡിങ് കംഫർട്ട്. ഞാൻ പറയാതെ ഫോർച്യൂണർ എടുക്കണവർ അത് ഞാൻ ശരിക്കും റെക്കമെൻഡ് ചെയ്യേണ്ടത്. നല്ല കാര്യം എനിക്കറിയാൻ പാടുന്നു. മറ്റു വണ്ടിക്ക് ഞാൻ അത് ഇട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിന് ഇട്ടപ്പോഴാണ് അത് ഷോറൂമിൽ പുള്ളി പറയാറുന്നു, ഇത് പിടിപ്പിക്കുന്ന പുള്ളി പറയാറുന്നു ഇത് ഇട്ടോ നല്ല ഇതാണെന്ന്. പക്ഷെ ഇത്രയും വ്യത്യാസം ഉണ്ടെന്നുള്ള ഇത് ഇട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതിനു മുമ്പ് ഓടിച്ചോണ്ടിരുന്നോണ്ട് അതെ നല്ലൊരു കംഫർട്ടായി. നമ്മുടെ സസ്പെൻഷൻ എത്ര രൂപയായി? ഏകദേശം ഒരു 2,10,000 2,20,000 എങ്ങാണ്ടാണ് സസ്പെൻഷൻ മാത്രം. എക്സ്ക്ലൂസീവ്ലി സസ്പെൻഷൻ മാത്രം. ഇത് പിടിപ്പിക്കാനൊക്കെ പാടുണ്ടോ? ഇല്ല, അത് അവിടെ ഷോറൂമിൽ അത് മറ്റേത് അഴിച്ച് കറക്റ്റ് ചെയ്ത് കയറ്റാം. പിന്നെ അതിന്റെ എന്തോ ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ എന്തോ ഫ്ലൂയിഡിന്റെ പൈപ്പ് എന്താ അങ്ങനെ എന്തൊക്കെ കുറെ സാധനം എനിക്കത് കറക്റ്റ് അറിയില്ല. അത് പെട്ടെന്ന് ചെയ്ത് കഴിയും. ഇല്ല വാറണ്ടി കട്ടാവും. ഷോറൂമിൽ തന്നെ. നോട്ട് എ പെനി ലെസ് നോട്ട് എ പെനി മോർ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ചെയ്തേക്കുന്നത്